ലേണിംഗ് അല്ലെങ്കിൽ സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാസീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. വളരെ ആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാകുമ്പോഴാണ് നമുക്കത് ഒരുപാട് എന്റർടൈനിങ് ആയിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിത്യജീവിതമായിട്ട് വളരെ ബന്ധമുള്ളൊരു കാര്യം, റിയൽ ലൈഫായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കൂ. ഈ ചിത്രത്തിൽ കണ്ടു ഒരു ടീച്ചർ ഉണ്ട് ക്ലാസ് റൂമിൽ. അപ്പോൾ ഈ ടീച്ചർ ഒരുപാട് കുട്ടികൾ ക്ലാസ്സിൽ അങ്ങും ഇങ്ങും ഓടിച്ചാടി നടക്കുവാണ്. നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഒരു ഫ്രീ പീരീഡ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇന്റർവെല്ലിന്റെ സമയത്തോ അല്ലെങ്കിൽ പീരീഡ് എടുക്കേണ്ട ടീച്ചർ അഥവാ വന്നിട്ടില്ല, കുറച്ച് വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാലോ ക്ലാസ് മൊത്തത്തിൽ കയോട്ടിക് ആയിരിക്കും. ഓരോ കുട്ടികളും അങ്ങും ഇങ്ങും ഓടിക്കളിക്കുന്നു. ചില ആൾക്കാർ വഴക്ക് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു, ഓടുന്നു, ചാടുന്നു, ഒന്നും പറയണ്ട, ആകെ ബഹളായിരിക്കും. ഒരു തരത്തിലൊരു കൺട്രോളും ഓർഡറും ഉണ്ടാവില്ല, അല്ലേ? സോ ഇനി നേരെ മറിച്ച് ഈ ക്ലാസ്സിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ വരുന്നു, എന്താ സംഭവിക്കുക? എല്ലാവരും ആ ഒരു സ്ഥലത്ത് അവരവരുടെ സ്ഥലത്ത് പോയിട്ടങ്ങ് ഇരിക്കുന്നു, അല്ലേ? എന്നാൽ കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടീച്ചർ വരുന്നത് എന്തായിരിക്കും? കുട്ടികൾ അത്യാവശ്യം ക്ലാസ്സിൽ ഫ്രീഡ് ആയിരിക്കും, ഇങ്ങനെ ഓടിച്ചാടി കളിക്കില്ലെങ്കിൽ കുട്ടികൾ അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും, അല്ലേ? ആ ടീച്ചർ പോകുന്ന ഭാഗത്തേക്ക് ടീച്ചർ ഒരു ക്ലാസ് കൊണ്ടുപോകാൻ ടീച്ചർക്ക് നന്നായിട്ട് പറ്റും, അല്ലേ? കുട്ടികൾ വളരെ ഇൻവോൾവ് ആയിരിക്കും. ഇതുപോലെ പക്ഷേ ഒരു കംപ്ലീറ്റ് കയോട്ടയ്ക്ക് ഫുൾ അലമ്പായിരിക്കില്ല, അല്ലേ? സോ ഇങ്ങനത്തെ ഒരു കേസാണ് നമ്മൾ ഇതേ കാര്യങ്ങൾ നമ്മൾ മാറ്ററിൽ ഡിസ്കസ് ചെയ്യണം. നമുക്കറിയാം മാറ്റർ പ്രധാനമായിട്ടും മെയിൻ ആയിട്ട് 3 സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, അതുപോലെ ലിക്വിഡ്, പിന്നെ ഗ്യാസ്. അപ്പൊ സോളിഡ് നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രിക്റ്റ് ആയ ടീച്ചർ ക്ലാസ് പോലെ എന്താണ്? കുട്ടികളൊക്കെ ഓർഡേർഡ് ആയിട്ട് അവരുടെ ക്ലാസ്സിൽ സുഖമായി സമാധാനമായിട്ടിരിക്കും. ആ ടീച്ചർ അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി, കുട്ടികൾ അനങ്ങില്ല. സോ സോളിഡ് മാറ്റർ, അതായത് സോളിഡ് ആയിട്ടുള്ള കമ്പൗണ്ട്സ്, അല്ലെങ്കിൽ എന്താ പറയുക സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുക, സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ എടുത്തുവാണെങ്കിൽ എന്താണ് അതിൽ വളരെ ഓർഡർ ആയിട്ട് മെറ്റലിന്റെ ആ ഷേപ്പും ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് അതായത് ചൂടാക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും, അല്ലേ? അതാണ് സോളിഡ്സ്. ലിക്വിഡ്സ് എന്താണ്? നമ്മളിപ്പോൾ ഒരു വാട്ടർ തന്നെ എടുക്കും. ഒരു ബോട്ടിലിൽ നമ്മൾ വാട്ടർ എടുത്തു, ഒരു പെർട്ടിക്കുലർ ഒരു 1/2 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തു. 1 ലിറ്ററിന്റെ ബോട്ടിൽ ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്തു. ഇനി 1/2 ലിറ്റർ വെള്ളം നിങ്ങൾ എവിടെ വേണമെങ്കിൽ എടുത്തോ. 1/2 ലിറ്റർ വെള്ളം ഒരു ചെറിയ, അതായത് ഒരു തിന്നായിട്ടുള്ള, എന്താ പറയുക, ഒരു വിഡ്ത്ത് കുറഞ്ഞ ഒരു കുപ്പിയിൽ എടുക്കുവാണെങ്കിൽ അത് ഒരുപാട് സ്ഥലം ഓക്കിപ്പോയി ചെയ്യും. എന്നാൽ വലിയൊരു കുപ്പിയിൽ എടുക്കുവാണെങ്കിൽ എന്താണ് താഴെ കുറച്ച് സ്ഥലം മാത്രം ഓക്കിപ്പോയി. പക്ഷേ അതെന്താണ്, അതിന്റെ വോളിയത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ 1/2 ലിറ്റർ എടുത്തോ, 1/2 ലിറ്റർ തന്നെ, ഏത് കുപ്പിയിൽ എടുത്തോ 1/2 ലിറ്റർ, പക്ഷേ ആ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ഉണ്ട്, ആ ഒരു ഷേപ്പ് കുറച്ചൊന്ന് മാറും, അല്ലേ? അതായത് ഒരു തിന്നായിട്ടുള്ള കുപ്പിയിലുള്ള ഷേപ്പിലായിരിക്കില്ല, എന്നാൽ കുറച്ചുകൂടി തിക്കായിട്ടുള്ള കുപ്പിയിൽ. പക്ഷേ സോളിഡ് എങ്ങനെയാണോ, നിങ്ങൾ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻറ്റ്, കട്ടിയായിട്ടുള്ള ഒരു മരക്കഷ്ണം എടുത്തിട്ട് നിങ്ങളൊരു പാത്രത്തിൽ വെക്കുക. ആ പാത്രത്തിൽ വെച്ചോ, ഇനിയല്ല ഒരു വാട്ടർ ടാങ്കിൽ വെച്ചോ, അല്ലെങ്കിൽ ഒരു വലിയ റോഡിന്റെ നടുവിൽ വെച്ചോ, എന്തായാലും എന്താണ് ആ സോളിഡിന്റെ ഷേപ്പ് മാറാൻ പോണില്ല. ലിക്വിഡിന്റെ ആകുമ്പോൾ ഷേപ്പ് മാറും, പക്ഷെ ആ വോളിയം മാറില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് രണ്ടും കുറച്ച് ഓർഡേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സോളിഡ്സ് ലിക്വിഡ്സും പോലെയല്ല ഗ്യാസസ്. കംപ്ലീറ്റ്ലി കയോട്ടിക് ആണ്. അവിടെ ഒരു ഓർഡറും ഇല്ല, ഒന്നുമില്ല. ഓരോ ഗ്യാസ് മോളിക്യൂൾസ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പല ഭാഗത്തേക്ക് ഓടിച്ചാടി നടക്കുവാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഓടിച്ചാടി കളിക്കുന്ന ഗ്യാസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ദേ ആർ ഇൻ കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. ഇതുപോലെ ആയിരിക്കും എന്താണ്, ഒരു ഒരു എക്സാമ്പിളിന് വേണ്ടി തന്നതാണ്. ഒരു ഗ്യാസിനെ നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എടുത്താൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, എനിക്ക് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കിയാലോ. ഗ്യാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ഒരുപാട് മോളിക്യൂൾസ്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവരെല്ലാവരും കണ്ടിന്യൂസ്ലി മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്, കൊളിഷൻ നടക്കുന്നുണ്ട്, അല്ലേ? ഈ കൊളിഷൻ നടക്കുന്നത് പോരാണ്ട് ഈ കൊളിഷനൊക്കെ പല പല പ്രത്യേകതകളുണ്ട്. ഈ ഗ്യാസ് മോളിക്യൂൾസ് ഇതല്ലേ, നിങ്ങൾ ഗ്യാസ് മോളിക്യൂൾസ് അവിടെ എവിടെ, നിങ്ങൾ സോളിഡും ലിക്വിഡും ആലോചിച്ച് നോക്കി. സോളിഡ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഒരു ഷേപ്പിലുള്ള സാധനമാണ്. അതിന്റെ ഉള്ളിൽ ഇനി കൂട്ടിമുട്ടലൊക്കെ നടന്ന ആ ഷേപ്പ് ഇടക്കിടക്ക് മാറിപ്പോകില്ലേ? അങ്ങനെ നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഇല്ല. ഓൾവേസ് സോളിഡ് വിൽ സ്റ്റേ ഇൻ ഷേപ്പ്. ലിക്വിഡ് ഷേപ്പ് മാറാറുണ്ട്, പക്ഷെ അതിങ്ങനെ കൂട്ടിയടിച്ചിട്ടൊന്നുമല്ല. നമ്മൾ അത് ഒക്യുപ്പൈ ചെയ്യുന്ന ആ കണ്ടെയ്നർ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഷേപ്പ് മാറുള്ളൂ. ഗ്യാസ് അങ്ങനെയല്ല. നിങ്ങൾക്ക് എവിടെ ഏതിൽ വേണമെങ്കിലും അത് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഗ്യാസ് ആയിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഓപ്പൺ ചെയ്യരുത്, അത്രയേ ഉള്ളൂ, അല്ലേ? നിങ്ങൾ ഈ കെമിക്കൽസിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ക്ലോറോഫോമിന്റെ കേട്ടില്ലേ? ക്ലോറോഫോം മണത്ത് കഴിഞ്ഞ ആൾക്കാർ ബോധം കിടന്ന് കേട്ടിട്ടുണ്ടാവും. ക്ലോറോഫോം ആ ബോട്ടിലിൽ തന്നെയാണ് ക്ലോറോഫോം, അങ്ങനെ തന്നെ ഇനി ക്ലോറോഫോം വലിയൊരു ബോട്ടിൽ എടുത്താൽ ആ വലിയ ബോട്ടിലും ക്ലോറോഫോം തന്നെയാണ്. പക്ഷേ ആ ഒരു മൊമെന്റ്, ആ ഒരു സ്മെല്ല്, അതൊന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ചുറ്റും പടർന്നിട്ട് ചിലപ്പം സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ഇനി ക്ലോറോഫോം വലിയൊരു പൊടി എങ്ങാനും ആണെങ്കിൽ ആ സ്മെല്ല് വരുമോ? സ്മെല്ല് വരാൻ സാധ്യത കുറവാണ്. സോ സിമിലർലി ഗ്യാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്യാസ് മേ കണ്ടെയ്ൻ മെനി മോളിക്യൂൾസ്. ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, പക്ഷേ
മൊത്തത്തിൽ ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം വെച്ച് നോക്കുമ്പോൾ ഈ ഓരോ മോളിക്യൂൾസിനും വളരെ സ്മോൾ വോളിയം ആയിരിക്കും. നിങ്ങൾ കണ്ടോ, ഈ വലിയ കണ്ടെയ്നർ മൊത്തം ഗ്യാസ് മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓരോ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടോ വളരെ വരെ ചെറിയ ചെറിയ മോളിക്യൂൾസാണ് അല്ലേ? സോ ഈ ചെറിയ ചെറിയ മോളിക്യൂൾസ് വലിയ സ്ഥലം ഒക്യുപ്പൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുക? അവിടെ ലാർജ് ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ഉണ്ടാവും അല്ലേ? നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്നിട്ട് വലിയ ഫുട്ബോൾ, നോർമലായിട്ട് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിങ്ങൾ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കാൻ പോവുക. എന്താ സംഭവിക്കുക? നിങ്ങൾ സെവൻസ് ഫുട്ബോൾ കളിക്കാൻ മാത്രമുള്ള ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരില്ല. പക്ഷെ നിങ്ങൾക്ക് ഗ്രൗണ്ട് മൊത്തത്തിൽ ഓടിക്കളിക്കാം, ഒരു പ്രശ്നമില്ല. 7 ആൾക്കാർ ഒരു ടീമിലുണ്ടെന്ന് വെച്ച് ഫുട്ബോൾ നമുക്ക് കളിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. വി ക്യാൻ പ്ലേ ഫുട്ബോൾ എനിവേ. അവിടെ രണ്ട് ടീം, ഒരു ടീമിൽ 2 പേരാണെങ്കിലും 5 പേരാണെങ്കിലും 6 പേരാണെങ്കിലും നിങ്ങൾക്ക് കളിക്കാം, ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെയാണ് ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യം. ഓരോ ഗ്യാസ് മോളിക്യൂൾസും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഈ സ്മോൾ വോളിയം ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുക? പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ സെവൻസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേയേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. ബിക്കോസ് ദേ ക്യാൻ മൂവ് അറൌണ്ട് ഫ്രീലി. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാൻ ഒരുപാട് സ്ഥലം ഉണ്ടാവും, ആ ഗ്യാപ്പ് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് ലാർജ് ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നത്. സോ ഗ്യാസ് മോളിക്യൂൾസിന്റെ അടുത്ത പ്രത്യേകത, ദേ ആർ ഇൻ കണ്ടിന്യൂസ് മൂവ്മെന്റ്. സോ കണ്ടിന്യൂസ് ആയി മൂവ് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവും? അതിന് വളരെ അധികം ഹൈലി എനർജറ്റിക് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകം എനർജി ഉണ്ടാവും. ആ എനർജിക്ക് നമ്മൾ എന്താ പറയുക? കൈനറ്റിക് എനർജി. സോ ഓരോ ഗ്യാസ് മോളിക്യൂൾസും മൂവ്മെന്റ് അനുസരിച്ച് എനർജി ഉണ്ടാവും. അതാണ് ഹൈ എനർജിയാണ്. ഇത് നമ്മൾ കൈനറ്റിക് എനർജി ഫിസിക്സ് പഠിക്കും. അതിവിടെ പഠിക്കണ്ട, ഒറ്റ നോട്ട് ചെയ്താൽ മതി. കണ്ടിന്യൂസ് മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് ഹൈലി എനർജറ്റിക് ആയിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പോലെയല്ല ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി, അവിടെ കൂട്ടിയടിച്ച ഫൗൾ ഉണ്ട്. ഇവിടെ ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിൽ അവിടെ കൊളൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഫൗളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കണ്ടിന്യൂസ് കൊളിഷൻ ആണ്. രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂളും സർഫേസും തമ്മിൽ കൊളൈഡ് ചെയ്യാം. ഈ രണ്ടെന്ന് വെച്ചാൽ അടുത്തടുത്ത് തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ദൂരെയുള്ളതായിട്ടൊക്കെ ഇവർ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് മൂവ്മെന്റ് അല്ലേ? അപ്പം ആരോട് വേണമെങ്കിലും ഇവർ കൂട്ടിയടിക്കാം. ഈ കൂട്ടിയടിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് മാത്രമല്ല, സർഫേസുമായിട്ടും കൂട്ടിയടിക്കാം. ഇവിടെ മുകളിലോട്ടേക്ക് നിങ്ങൾ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടെയ്നറിന്റെ ഈ ഒരു അടപ്പ് കൂടി ഇതിന്റെ കൊളിഷൻ സംഭവിക്കുക. സോ കണ്ടിന്യൂസ് കൊളിഷൻ ആണ് അല്ലേ? ഈ കൊളിഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ് കൂട്ടിയിടിക്കുന്നത്? മെയിൻ റീസൺ എന്താണ്? വീക്ക് അട്രാക്ഷൻ ആണ്. ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ പ്രത്യേകിച്ച് അട്രാക്ഷൻ ഒന്നും ഇല്ല. ഇപ്പൊ സോളിഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അയോണിക് കമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ പഠിക്കുവാണെങ്കിൽ അവിടെ എന്താണ്? പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ ബോണ്ടിങ് ഒക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബോണ്ടിങ് ഒക്കെ ഉള്ള മോളിക്യൂൾസ് ഒക്കെ ബോണ്ട് ഉണ്ടാവും, തമ്മിൽ തമ്മിൽ ഓരോ ഇന്റർ ആറ്റോമിക് അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലാർ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഇവിടെ അങ്ങനത്തെ ഒരു സാധനം, ഒരു തരത്തിൽ ഇന്ററാക്ഷനും ഇല്ല. വളരെ ഉണ്ടെങ്കിൽ തന്നെ വളരെ വീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അതായത് അങ്ങനെ കൂട്ടി ഒന്നിച്ച് തന്നെ നിൽക്കണം എന്നുള്ള അട്രാക്ഷൻ ഉള്ള തരത്തിലുള്ള മോളിക്യൂൾസ് അല്ല. സോ ഈ വീക്ക് അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് കണ്ടിന്യൂസ് കൊളിഷൻ നടക്കുന്നതും. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആസ് വെൽ ആസ് ദ മോളിക്യൂൾസ് ദർ ഇസ് എ കൊളിഷൻ. സോ ഈ കൊളിഷന്റെ പ്രത്യേകത ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. ഇലാസ്റ്റിക് കൊളിഷൻസ് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. എനർജി ലോസ് ഇല്ല. സോ നമുക്ക് ഒരു തരത്തിലും എനർജി ലോസ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കൊളിഷൻ ആയിരിക്കും. കൊളിഷൻ മാത്രമല്ല, കണ്ടിന്യൂസ് മൂവ്മെന്റ് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താണ്? ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. സോ ഇതൊക്കെയാണ് ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെറുതെ പറയാം. പക്ഷെ പറയുന്നത് പോലെ നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ കുറച്ച് വേരിയബിൾസ്, കുറച്ച് ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ മെയിൻ ആയിട്ട് നമ്മൾ 3 ഫംഗ്ഷൻസ് ആണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഷോർട്ടായിട്ട് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. കൂടെ നമ്മൾ വേറെ ആളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എൻ. എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യുന്നത്. സോ അതുകൂടി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആരെ ഡിസ്കസ് ചെയ്യാം? വോളിയം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് വോളിയം? സോളിഡിന്റെ കാര്യത്തിലാണെങ്കിൽ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് അല്ല. സോളിഡിനൊക്കെ ഡെഫിനിറ്റ് വോളിയം ആണ് ഉണ്ടാവുക. ഒരു വോളിയം ഒരു മെറ്റൽ ബാർ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. 1 ലിറ്റർ വാട്ടർ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 1 ലിറ്റർ. നോ മാറ്റർ വാട്ട് ദ കണ്ടെയ്നർ യു ആർ ടേക്കിംഗ്, ഇറ്റ് വിൽ ബി 1 ലിറ്റർ ഓൺലി. പക്ഷേ ഗ്യാസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, 1 ലിറ്റർ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസോ അല്ല വേണ്ട ക്ലോറിൻ ഗ്യാസ് നിങ്ങൾ എടുത്തു, Cl2 ഗ്യാസ്. നമ്മളിപ്പോൾ ജനറലി കെമിസ്ട്രി നമ്മൾ ഗ്യാസ് ഡിനോട്ട് ഇങ്ങനെയാണ്. ഒരു മോളിക്യൂളിന്റെ പേര് എഴുതുക, അതിന്റെ ബ്രാക്കറ്റിൽ G എന്ന് ഡിനോട്ട് ചെയ്താൽ ഗ്യാസ് ആയി. ഇനി സോളിഡ് ആണെങ്കിൽ S എന്ന് ഡിനോട്ട് ചെയ്യും, ലിക്വിഡ് ആണെങ്കിൽ L എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അത് പലതരത്തിൽ നൊട്ടേഷൻ ഉണ്ട്, നമുക്കത് പിന്നെ പഠിക്കാം. സോ 1 ലിറ്റർ ക്ലോറിൻ ഗ്യാസ് ആണ് ഞാനിപ്പോൾ എടുത്തത്. 1 ലിറ്റർ ക്ലോറിൻ ഗ്യാസിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 5 ലിറ്റർ, വലിയ 5 ലിറ്ററിന്റെ ഒരു വലിയ കണ്ടെയ്നറിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. 5 ലിറ്റർ കണ്ടെയ്നറിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. എന്താ സംഭവിക്കുക?
ഇപ്പോൾ ഫൈനൽ വോളിയം ഓഫ് ക്ലോറിൻ എന്തായിരിക്കും? 1 ലിറ്റർ ആയിരിക്കും, 5 ലിറ്റർ ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. വോളിയം ഓഫ് ദ കണ്ടെയ്നർ ആണ്. ഏത് കണ്ടെയ്നറിലേക്കാണോ നമ്മൾ ഗ്യാസിനെ മാറ്റിയത്, ആ കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും ഗ്യാസിന്റെ വോളിയം. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കംപ്ലീറ്റ്ലി അടച്ചു പൂട്ടിയൊരു മുറി. ഓക്കെ, കംപ്ലീറ്റ്ലി അടച്ചു പൂട്ടി, ജനലൊന്നുമില്ല, കംപ്ലീറ്റ് എയർ ഹോൾസും ഒന്നുമില്ല, കംപ്ലീറ്റ്ലി അടച്ചൊരു മുറി. ഓക്കെ, ഒരു AC മുറിയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമേജിൻ ചെയ്യാം. ഈ ഒരു മുറിയിൽ ഞാൻ മുറിയുടെ ഒരു കോർണർ, ഒരു അങ്ങേയറ്റത്തൊരു കോർണറിൽ ഞാൻ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുക. എന്താണ്? ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കും. ഈ ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ ചന്ദനത്തിരിയുടെ സ്മെല്ല് ആ ഒരു കോർണറിൽ മാത്രമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടി ആ സ്മെല്ല് എത്തുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉറപ്പായിട്ട് സ്മെല്ലെത്തും. കാരണം എന്താണ്? ഈ ചന്ദനത്തിരിയിൽ നിന്ന് വരുന്നത് ഗ്യാസ് ആണ്. ആ ഒരു നല്ലൊരു മണം വരുന്നില്ലേ? ആ ഒരു മണം, അതായത് അതൊരു ഗ്യാസ് ആണ്. അപ്പോൾ ഗ്യാസ് എന്ത് ചെയ്യും? ആ റൂം മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി ആ ഒരു ഗ്യാസ് വന്നത് ആ ഒരു ചെറിയൊരു ഏരിയ, ഇപ്പം അവിടെ ചന്ദ്രത്തിരിയുടെ മുകളിൽ നമ്മളൊരു ബോട്ടിൽ എങ്ങനെ വെക്കുമെങ്കിൽ ആ ബോട്ടിലിൽ മാത്രമായിരിക്കും വോളിയം ഉണ്ടാവുക അല്ലേ? പക്ഷേ ഇത് റൂം ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ വോളിയം ഓഫ് ദ ഗ്യാസ് എന്താണ്? ഇറ്റ് വിൽ ബി ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഓക്യുപ്പൈസ്. സോ ഇതിന് വേറൊരു എക്സാമ്പിൾ ആണ് സിറിഞ്ചിന്റെ. എന്താണ്? ഒരു സിറിഞ്ചിന്റെ പിസ്റ്റൺ നമ്മൾ പിന്നിലോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനുള്ളിലുള്ള ഗ്യാസിന് എന്ത് സംഭവിക്കും? വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ദ ഗ്യാസ് ഇൻസൈഡ്? എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക അവിടെ? വോളിയം വിൽ ഇൻക്രീസ്. എന്താ കാരണം? ബിക്കോസ് ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒക്യുപ്പൈ ചെയ്യുന്ന ആ കണ്ടെയ്നറിന്റെ വോളിയമാണ് അല്ലേ? അപ്പൊ ഇനീഷ്യലി ആ ഒരു സിറിഞ്ചിൽ ആ ചെറിയൊരു വോളിയം, താഴെയുള്ള ചെറിയൊരു വോളിയത്തിലാണ് ഗ്യാസ് ഒക്യുപ്പൈ ചെയ്തത്. പക്ഷെ നമ്മൾ പിസ്റ്റൺ പുൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് കൂടി, അതിന്റെ വോളിയം കൂടി. സോ അതാണ് ബേസിക് ഐഡിയ, വോളിയം ഓഫ് ദ ഗ്യാസ്. സോ നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷൻ, അതായത് ഗ്യാസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാമത്തെ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു, അതായത് വോളിയം. ഇനി നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷർ. പ്രഷർ പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ്? കൊളിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഗ്യാസ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് മൂവ് ചെയ്യുന്നുണ്ട്. കൊളിഷൻ എങ്ങനെ? കൊളിഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ദ സർഫസ്. കണ്ടെയ്നറിന്റെ സർഫസുമായിട്ടും കൊളിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊളിഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൊളിഷൻ നടക്കുമ്പോൾ ഇപ്പം നമ്മളൊരു എന്താണ്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കൈ എടുക്കുക. ഈ കയ്യിൽ നിങ്ങൾ വിരൽ വെച്ച് അമർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ചെറിയൊരു കുഴി പോലെ വരുന്നുണ്ടോ? കണ്ടു. ഇനി ഇതിന് അടുത്ത് നമ്മൾ 2 വിരൽ വെച്ച് അമർത്തുക. അപ്പം ദേ കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ അമർത്തുന്ന ആ ഒരു ഫീൽ നമുക്ക് കുറച്ചുകൂടി കിട്ടുന്നില്ലേ? ഇനി 3 അമർത്തുമ്പോൾ കുറച്ചുകൂടി കിട്ടും അല്ലേ? അല്ലെങ്കിൽ എല്ലാ വിരലും കൂടി ഒന്നിച്ച് നമ്മളിങ്ങനെ ഒരു ഫിസ്റ്റ് രൂപത്തിൽ അമർത്തുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ കുറച്ചുകൂടി ഏരിയയിൽ കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യുന്നു? പ്രഷർ വരുന്നുണ്ട്. നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇപ്പം നമ്മൾ പ്രഷർ വരുന്നുണ്ടോ എന്ന് പറഞ്ഞില്ലേ? ഇതാണ് പ്രഷർ എന്ന് പറഞ്ഞ ഐഡിയ. സോ പ്രഷറിന് നമ്മൾ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ പ്രഷർ ഈസ് ദ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫേസ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ ഈ ഏരിയ എന്തുകൊണ്ടാവുന്നത്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇപ്പം ഇവിടെയാരും നമ്മളിപ്പം പ്രഷറല്ലേ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുക. പറഞ്ഞിട്ട് തള്ളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യാണ്. അപ്പോൾ പുഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അതൊരു പ്രഷർ കൊടുക്കലാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഇപ്പം വിരല് ഞാനിപ്പോൾ കയ്യിൽ അമർത്തുന്നത് പറഞ്ഞു. ഈ വിരലിന് പകരം ഞാനൊരു സിറിഞ്ച് എടുത്തിട്ട് അമർത്തും, അല്ലെങ്കിൽ ഒരു നീഡിൽ അമർത്തുകയാണ് എന്ന് സംഭവിക്കും. അതങ്ങ് കുത്തി അങ്ങ് ഉള്ളിലോട്ട് പോവില്ലോ? പോവും. കാരണം എന്താണ്? സിറിഞ്ചിന്റെ സർഫസ് ഏരിയ വളരെ കുറവായതുകൊണ്ട്. അപ്പോൾ സർഫസ് ഏരിയ കുറയുമ്പോൾ എന്താണ്? പ്രഷർ കുറച്ച് കൂടും. ഫോഴ്സ് ചിലപ്പോൾ കുറവാണെങ്കിൽ കൂടി പ്രഷർ കൂടും. എങ്ങനെ? സർഫസ് ഏരിയ കുറവായതുകൊണ്ട്. അപ്പം സിറിഞ്ചിൽ നമ്മൾ വിരൽ കൊണ്ട് അമർത്തിയതിനേക്കാളും കുറച്ചുകൂടി അത്ര പ്രഷർ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നീഡിൽ വെച്ച് അമർത്തിയാൽ അവിടെ എന്ത് ചെയ്യും? ഒരു തുള വീഴാൻ സാധ്യതയുണ്ട് അല്ലേ? സോ സർഫസ് ഏരിയ കുറയുമ്പോഴും പ്രഷർ വാരി ചെയ്യുന്നുണ്ട്. സോ പ്രഷർ നമുക്ക് എന്ത് പറയാം? പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ. സോ ഫോഴ്സ് ഒരു സെയിം ഏരിയയിൽ, അപ്പോൾ ഫോഴ്സ് കൂടുവാണെങ്കിൽ പ്രഷർ കൂടും. അതുപോലെ സെയിം ഫോഴ്സ് നമ്മൾ ചെറിയ ഏരിയ കുറക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. സോ സിംപ്ലി പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആൻഡ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഓക്കെ, അപ്പോൾ പ്രഷറും വോളിയവും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ടെമ്പറേച്ചർ എന്താണ് നമുക്ക് നോക്കാം. സോ ടെമ്പറേച്ചറിന്റെ ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ ഇസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസിന്റെ ഗേഷ്യസ് സബ്സ്റ്റൻസ് ആണ്, എല്ലാറ്റിലും അല്ല. സോ നേരത്തെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? മൂവിങ് മോളിക്യൂൾസ് ഇൻ ഗ്യാസ് ഹാവ് ഹൈ എനർജി. ഹൈ എനർജിയാണ് ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഗ്യാഷ്യസ് മോളിക്യൂളിനെ ഒരു കണ്ടെയ്നറിൽ എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അതായത് പെട്ടെന്ന് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഒരു ബലൂൺ നിങ്ങൾ എന്ത് ചെയ്യുക? കാറ്റ് നിറച്ചിട്ട് റോട്ടിലോ അല്ലെങ്കിൽ വെയിലത്തിലോ വെക്കുക. എന്താ സംഭവിക്കുക? ബലൂൺ പൊട്ടിപ്പോവും. അല്ലെങ്കിൽ ഈ ചൂടായ സമ്മർ സീസണിൽ നമ്മൾ വണ്ടിയൊക്കെ ചൂടുള്ള ഏരിയ, നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് നിർത്തി വെച്ചാൽ എന്ത് സംഭവിക്കുക? ടയറൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും അല്ലേ? കാറ്റൊക്കെ ഇങ്ങനെ കൂടിയിട്ട് പൊട്ടിപ്പോകുന്നൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ തണുപ്പ് കാലത്താകുമ്പോൾ എന്താണ്? കാറ്റ് പെട്ടെന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ?
അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്യാസിന്റെ എനർജി കൂടും. ഗ്യാസ് മോളിക്യൂൾസിന് എന്ത് സംഭവിക്കും? എനർജി കൂടും. അതിന് കുറച്ചുകൂടി എനർജി കൊടുക്കും. ബേസിക്കലി മൂവിങ് മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി ഉണ്ട്. സോ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എനർജി കുറച്ചുകൂടി കൂടും. അത് കുറച്ചുകൂടി ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി ഓഫ് മോളിക്യൂൾസ്. സോ അതിൽ നിന്നാണ് ഈ ഒരു ഡെഫിനേഷൻ വന്നത്. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി. മൊത്തത്തിലുള്ള എല്ലാ മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല ഡിഗ്രി സെൽഷ്യസിലൊക്കെ ടെമ്പറേച്ചർ വരുന്നില്ലേ? അതാണ് സംഭവം. ഓക്കെ, ആവറേജ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ്. ഓക്കെ, സോ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന മെയിൻ 3 വേരിയബിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നാലാമതുള്ള എൻ എന്നൊരു വേരിയബിളിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. സോ ഈ വേരിയബിൾസ് ഒക്കെ വെച്ചിട്ട് പല സയന്റിസ്റ്റുകൾ പല തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ മെയിൻ ആയിട്ടുള്ള 2 തിയറീസ് ബോയിൽസ് ലോ ആണ്, രണ്ടാമത് ചാൾസ് ലോ. സോ ബോയിൽ എന്ന സയന്റിസ്റ്റ് കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്, പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനാണ്. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഓഫ് എ ഗ്യാസ്, ഐ മീൻ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. സോ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അപ്പൊ നമ്മൾ ഇതിനെ കോൺസ്റ്റന്റ് ആകാൻ എന്ത് ചെയ്യണം? വോളിയം ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കെ എന്ന് കൊടുക്കാം. കെ ഇൻറ്റു 1/p എന്ന് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? പി വി വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അതാണ് ഇവിടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റ്. ഇഫ് പി ഇസ് ദ പ്രഷർ ആൻഡ് വി ഇസ് ദ വോളിയം, ദെൻ പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് ഏത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊരു ഗ്യാസിന് ഏത് പ്രഷർ കൊടുത്തോ അതിന്റെ വോളിയം എങ്ങനെയൊക്കെ മാറിക്കോട്ടെ, ആ പി ഇൻറ്റു വി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2 കേസ് തന്നിട്ട്, ഈ ഒന്നാമത്തെ കേസിൽ ഞാൻ എത്ര കൊടുക്കുന്നത്? ഇവിടെ 2 അറ്റ്മോസ്ഫെറിക് പ്രഷർ നമ്മൾ കൊടുക്കുകയാണ്. സി അറ്റ്മോസ്ഫെറിക് എന്താണ് പറയുന്നത്? നമ്മൾ പ്രഷർ നമുക്ക് പല യൂണിറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാർ എന്ന യൂണിറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫെറിക് പ്രഷർ ATM എന്ന് നമുക്ക് ഉപയോഗിക്കാം. ATM എന്ന് പറയില്ല കേട്ടോ, അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്നാണ് അത് പറയേണ്ടത്. പിന്നെ പാസ്കൽ എന്ന് നമ്മൾ PA, ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് പാസ്കൽ. പിന്നെ ടോർ എന്നൊരു യൂണിറ്റ് കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ ചില കേസുകളിൽ മില്ലിമീറ്റർ മെർക്കുറി, നമ്മൾ ഈ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഷർ ചെക്ക് ചെയ്യുന്നില്ലേ, അതായത് ഈ സ്വിഗ്മോ മാനോമീറ്റർ ഉപയോഗിച്ച് പ്രഷർ ചെക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ മില്ലിമീറ്റർ മെർക്കുറി എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. സോ 2 അറ്റ്മോസ്ഫിയർ പ്രഷർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം വോളിയം എത്രയാണ്? ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 5 ലിറ്റർ വോളിയം ഉണ്ടെന്ന് വരിക. കുറച്ച് ഞാൻ പ്രഷർ കൂട്ടി. പ്രഷർ എത്രയായി? 4 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഞാൻ ആക്കി. അപ്പോൾ ചോദ്യം എത്രയാണ്? ഈ പുതിയ വോളിയം, ഇപ്പൊ കുറച്ച് വോളിയം കുറഞ്ഞല്ലോ, ആ വോളിയം എത്രയായിരിക്കും എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതായത് 2 ഇൻറ്റു 5 വിൽ ബി കോൺസ്റ്റന്റ്. ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, എത്രയാണ്? 10 ലിറ്റർ അറ്റ്മോസ്ഫെറിക് പ്രഷർ. ലിറ്റർ ATM എന്ന് പറഞ്ഞാൽ കിട്ടും. ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പം ഇനി നമ്മൾ പ്രഷർ കൂട്ടിയാലും വോളിയം എത്ര കുറഞ്ഞു വന്നാലും ഈ ഒരു വാല്യൂ 10 ലിറ്റർ ATM തന്നെ ആയിരിക്കും അതിൻ്റെയും വാല്യൂ എന്നാണ് ബോയിൽസ് ലോ പറയുന്നത്. സോ 4 ഇൻറ്റു ന്യൂ വോളിയം വി വിൽ ബി ഓൾസോ ഈക്വൽ ടു 10 ലിറ്റർ അറ്റ്മോസ്ഫെറിക് പ്രഷർ. സോ ഇതനുസരിച്ച് ദിസ് ഇംപ്ലൈസ് ദാറ്റ് വി വിൽ ബി ഈക്വൽ ടു 10/4 ലിറ്റർ. ഓക്കെ, ലിറ്റർ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫെറിക്, അതായത് ഇവിടെ ലിറ്റർ അറ്റ്മോസ്ഫിയർ ഡിവൈഡ് ബൈ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫെറിക് കട്ട് ചെയ്ത് നമുക്ക് ലിറ്റർ കിട്ടും. അപ്പം 10/4 ലിറ്റർ ആയിരിക്കും ഈ പുതിയൊരു വോള്യം. മനസ്സിലാവും? ഇതിന്റെ ആപ്ലിക്കേഷൻ കൂടി മനസ്സിലായി എങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ, ഇതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. ഇത് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആണ് സൈസ് ഓഫ് ബബിൾ ഇൻ അക്വേറിയം. അക്വേറിയം മാത്രമല്ല, ഏത് വാട്ടർ ബോഡീസ് ആയിക്കോട്ടെ അവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും. നിങ്ങൾ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജെനുവിനിറ്റി, എത്രത്തോളം അവർ അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ ഒരു എന്താ പറയുക റിയാലിറ്റി വെച്ചിട്ടുണ്ട്, അല്ലെ എത്ര റിയലിസ്റ്റിക് ആയിട്ട് അത് അവർ ഷൂട്ട് ചെയ്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ അണ്ടർ വാട്ടറിൽ നിന്ന് ബബിൾസ് ഉണ്ടല്ലോ, ആ ബബിൾസ് എപ്പോഴും ചെറുതായിരിക്കും. പിന്നെ അത് സർഫസിനോട് അടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വലിപ്പം കൂടി കൂടി വരും. പിന്നെ സർഫസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അത് വളരെ വലുപ്പത്തിൽ വന്നിട്ട് അവിടെ തന്നെ അതെന്ത് പൊട്ടിയിട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് പോകും ആ ഗ്യാസ്. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട്, അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സർഫേസ്, ഈ സർഫസിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇനി മുകളിലോട്ട്, അതായത് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് അപ്പർ അറ്റ്മോസ്ഫിയറിലേക്കോ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ ഡിക്രീസ് ചെയ്യും. നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ പ്രഷർ അണ്ടർ വാട്ടർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. പ്രഷർ ഈസ് റിയലി ഹൈ. അപ്പോൾ എന്ത് സംഭവിക്കും? വോളിയം ഓഫ് ദ ബബിൾ വിൽ ബി വെരി ലോ. പക്ഷെ സർഫസിലാകുമ്പോൾ എന്താണ്? പ്രഷർ
കുറച്ചുകൂടി ലോ ആയിരിക്കും. അപ്പോൾ വോളിയം വിൽ ബി വെരി ഹൈ. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് ആണ് എയർ പമ്പ്സ്, സിറിഞ്ച് എക്സെട്ര എന്നൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, സോ ചാൾസ് എന്നൊരു സയന്റിസ്റ്റ് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നു. ഈ ഒരു റിലേഷനാണ് ചാൾസ് ലോ എന്ന് പിന്നെ അറിയപ്പെടുന്നത്. ഇതിന്റെ ഡെഫിനേഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the volume of a definite mass of a gas is directly proportional to temperature. That means volume is directly proportional to temperature. Okay, that means volume will be equal to a constant K into temperature. So V divided by T will be equal to constant K. അതാണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ചാൾസ് ലോ വർക്ക് ചെയ്യണമെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ ബോയിൽസ് ലോയുടെ കാര്യത്തിൽ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ എന്താ പറയുക, ചൂടാക്കിയ ബലൂൺ നിങ്ങൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. കാരണം എന്താണ്, അവിടെ ടെമ്പറേച്ചർ കൂടുന്നു. അപ്പം ഈ ബലൂണിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കൂടും, എനർജി കൂടും, ആ വോള്യം കൂടും, അപ്പോൾ അത് പൊട്ടിപ്പോകും. പിന്നെ ഈ ഹോട്ട് എയർ ബലൂൺ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഒരു ടൂറിസ്റ്റ് എൻജോയ്മെന്റ് ആണ് ഹോട്ട് എയർ ബലൂണിലുള്ള യാത്ര എന്ന് പറയുന്നത്. സോ ഇവിടെയുള്ള ബേസിക് പ്രിൻസിപ്പിൾ അത്രയേ ഉള്ളൂ. ഇവിടെ ഹോട്ട് ആയിട്ടുള്ള എയർ എങ്ങോട്ടാണ്, മുകളിലോട്ട് എയർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഹോട്ട് ഇവിടെ ചൂട് എയർ മുകളിലോട്ട് അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, വോള്യം അതിന്റെ കൂടി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, അത് മുകളിലോട്ടേക്ക് ഇങ്ങനെ പോകും. ഓക്കെ, വോള്യം കൂടുന്നു, അപ്പോൾ അത് മുകളിലോട്ടേക്ക് പൊങ്ങി നിൽക്കും. ഓക്കെ, സോ മെയിൻ ആയിട്ടുള്ള 3 ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറയാതെ വിട്ട 4ാമത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതിന്റെ കാര്യം കൂടി നമുക്ക് എടുക്കാം. ഒരു സയന്റിസ്റ്റ് അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ അവഗാഡ്രോ എന്നും അവോഗാഡ്രോ 2 തരത്തിലും പറയാം കേട്ടോ. കൂടുതലും ഇതാണ് എ എന്നതിന് പകരം ഒ ആണ്, അവോഗാഡ്രോസ് ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവോഗാഡ്രോ വളരെ വളരെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ആണ്. നമ്മൾ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. സോ പുള്ളിക്കാരന്റെ ഈ ഒരു ലോ അനുസരിച്ച് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ്, ദെൻ എ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അതായത് വി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഇപ്പോൾ ഒരു ബലൂൺ എടുക്കുക, ബലൂണിൽ നമ്മൾ കുറച്ചൊന്ന് ഊതി, കുറച്ച് ഊതിയപ്പോൾ അത് കുറച്ച് വണ്ണം വെച്ചു. ഇനി നമ്മൾ കുറച്ചുകൂടി ഊതി, നമ്മൾ ഊതുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുറച്ചുകൂടി ഗ്യാസ് മോളിക്യൂൾസ് നമ്മൾ അതിനകത്തേക്ക് ഊതി കയറ്റുമായിരുന്നല്ലേ. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ ബലൂണിലാവുമ്പോൾ എന്ത് സംഭവിക്കും, ബലൂണിന്റെ വോള്യം കൂടും. ആ ഒരു അനലോജി നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, വോള്യം കൂടും ഇപ്പോൾ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് കൂടുമ്പോൾ. അപ്പോൾ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണല്ലോ, അപ്പോൾ വി വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എൻ. ഈ കോൺസ്റ്റന്റ് കെ എന്ന് വെച്ചാൽ ഞാൻ ആർബിട്രലി എടുക്കുന്ന കേട്ടോ, കെ തന്നെ എടുക്കണമെന്നില്ലെങ്കിൽ കെയോ ബിയോ സിയോ ഡിയോ എന്ത് വേണോ എടുക്കാം. ഈ വിയും എന്നും ആവാതിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ ഒരു എക്സ് എന്ന് കൊടുക്കേണ്ട ഒരു കുഴപ്പമില്ല, കോൺസ്റ്റന്റ് എന്ന രീതിയിൽ എടുക്കുന്നതാണ്. സോ വി ബൈ എൻ വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ. അത് ഞാൻ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ വോളിയം കൂടും. സോ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. ഓക്കെ, സോ 3 മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസും നമ്മൾ ഗ്യാസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെയാണ് ഈ ക്ലാസ്സിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഗ്യാസിന്റെ കാര്യം നമ്മൾ പറയുന്നത്. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ സ്പേസ് ഇറ്റ് ഓക്യുപ്പൈസ് ആണ്. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ യൂണിറ്റ് ഏരിയ ആണ് അല്ലേ. നമ്മൾ സിറിഞ്ചും ഒരു വിരലും എടുക്കുക, വിരൽ കൊണ്ട് പ്രസ് ചെയ്യുന്ന പോലെയല്ല ഒരു സിറിഞ്ച് കൊണ്ട് സെയിം പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ്, സിറിഞ്ചിന്റെ ആ ഒരു പ്രഷർ കൂടുതലായിരിക്കും. വൈ, ബിക്കോസ് അവിടെ സർഫസ് ഏരിയ കുറവാണ്, സെയിം ഫോഴ്സ് ആണ് പക്ഷേ സർഫസ് ഏരിയ കുറവായതുകൊണ്ട് പ്രഷർ കൂടുതലായിരിക്കും. സോ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. പിന്നെ ടെമ്പറേച്ചർ എന്താണെന്ന് കണ്ടു, എന്താണ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ആണ് ടെമ്പറേച്ചർ. ബോയിൽസ് ലോ പറഞ്ഞു, വോളിയം ആൻഡ് പ്രഷർ ബോത്ത് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ദാറ്റ് മീൻസ് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, അതുപോലെ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. അക്വേറിയത്തിലെ ബബിൾസിന്റെ വലിപ്പമൊക്കെ അങ്ങനെ മനസ്സിൽ വരട്ടെ. ഓക്കെ, ചാൾസ് ലോ എന്ത് പറഞ്ഞു, വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് നമ്മൾ ചൂടാക്കിയ ബലൂൺ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ എന്തെങ്കിലും പൊട്ടിപ്പോകും. കാരണം എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നു, വോളിയം കൂടുന്നു, പൊട്ടിപ്പോകുന്നു. പിന്നെ അവോഗാഡ്രോസ് ലോ പറഞ്ഞു, നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ ഗ്യാസിന്റെ വോള്യവും കൂടുന്നു. സോ ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. Manorama Horizon, learning made simple.